കിം ജോങ് ഉൻ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരും. അതെ, ഉത്തര കൊറിയയുടെ ഭരണാധികാരി, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി. ഇപ്പോൾ എന്താണ് ഈ കിം ജോങ് ഉന്നെ കുറിച്ച് പറയേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ, ധാരാളം ഓരോ പ്രാവശ്യവും ലോകത്ത് പുതിയ പുതിയ വാർത്തകളുമായിട്ട്, പുതിയ പുതിയ പ്രത്യേകതയുള്ള വാർത്തകളുമായിട്ട് രംഗത്ത് വരുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. അതിൻ്റെ ഭരണാധികാരിയായ കിം ജോങ് ഉന്നും ഇപ്പോഴിതാ ഒരു പ്രത്യേകത വാർത്തയുമായിട്ടാണ് കിം ജോങ് ഉൻ വാർത്തകൾ നിറയുന്നത്, ലോക വാർത്തകളിൽ നിറയുന്നത്. പക്ഷേ ആ വാർത്ത എന്ന് പറയുന്നത് റേഡിയോ ആണ് ആ വാർത്ത പുറത്തു ഇട്ടത്. മറ്റ് വാർത്താ മാധ്യമങ്ങൾക്കൊന്നും, ഏജൻസികൾക്കൊന്നും അത്തരം വാർത്ത കിട്ടിയിട്ടില്ല. കാരണം കിം ജോങ് ഉന്നിൻ്റെ ഉത്തര കൊറിയയിൽ നടക്കുന്നത് എന്താണെന്നും അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അങ്ങനെ പെട്ടെന്ന് നമുക്കറിയില്ല. നമ്മൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ വെച്ചിട്ടാണ് ലോകം ഉത്തര കൊറിയ എന്ന രാജ്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നടക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഐസൊലേറ്റഡ് രാജ്യമാണ് ഉത്തര കൊറിയ. അവിടെ അദ്ദേഹത്തിൻ്റെ ഭരണ രീതികളും ഭരണ സംവിധാനങ്ങളും ഭരണചട്ടങ്ങളും എല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ ഭരണ സംവിധാനവും ഭരണ രീതികളുമാണ് ഈ കിം ജോങ് ഉന്നിൻ്റെ നേതൃത്വത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന നിലയിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് വേണ്ടിയിട്ട്, മനുഷ്യ സ്നേഹത്തിന് വേണ്ടിയിട്ട് മനുഷ്യനാകണം എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് നമ്മുടെ ഇവിടെ ആൾക്കാർ പാടി നടക്കുന്നതും പഠിപ്പിച്ച് നടക്കുന്നതും. പക്ഷേ ഉത്തര കൊറിയയിൽ അങ്ങനെ നമുക്ക് ചൂണ്ടിക്കൊണ്ട് അതിൽ നോക്കിക്കൊണ്ട് അങ്ങനെ പറയാറില്ല. ലോകത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഉത്തര കൊറിയയെ വലിയ മേന്മയായിട്ട് എടുത്ത് കാണിക്കാറില്ല. സോവിയറ്റ് യൂണിയനെ കുറിച്ച് കുറേ കാലം പറയുമായിരുന്നു, ഇപ്പോൾ ചൈനയെക്കുറിച്ച് പറയും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ ഉത്തര കൊറിയയെക്കുറിച്ച് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ പറയില്ല. പക്ഷേ ചില കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പോസ്റ്റുകളിൽ ഇപ്പോഴും ഉത്തര കൊറിയയെ ശ്ലാഘിച്ചുകൊണ്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അത് അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ഉണ്ട്. കാരണം ഉത്തര കൊറിയയെ അംഗീകരിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റാണ്. അതാണ് കമ്മ്യൂണിസം, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ വിശ്വസിക്കുന്ന കുറേ, അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. പോട്ടെ, ഞാനിപ്പോൾ എന്താണ് ഈ കിം ജോങ് ഉന്നിനെ കുറിച്ച് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, അവിടെ ഈ വിവാഹമോചനം, അതാണ് ഇപ്പോൾ അവസാനമായിട്ട് വന്നിരിക്കുന്ന വിവരം. വിവാഹമോചനം അവിടെ അനുവദിക്കാൻ പറ്റില്ല, അവിടെ നിരോധിച്ചിരിക്കുകയാണ് വിവാഹമോചനം. അത് സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ചേർന്നതല്ല എന്നാണ് കിം ജോങ് ഉന്നിൻ്റെ നിലപാട്. അതുകൊണ്ട് വിവാഹമോചനം നടത്താൻ പാടില്ല. ഇനി എത്രയൊക്കെ ബുദ്ധിമുട്ട് വന്നാലും, സ്ത്രീ പീഡനം നടന്നാലും, സ്ത്രീകളെ തല്ലിച്ചതച്ചാലും കെട്ടിത്തൂക്കിയാലും വിവാഹമോചനത്തിന് അപേക്ഷ കൊടുക്കാൻ പാടില്ല സ്ത്രീകൾ. പുരുഷന്മാരും അങ്ങനെയാണ്. സ്ത്രീകളിൽ നിന്ന് വലിയ പീഡനം കേൾക്കുകയോ സ്ത്രീകൾ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താലും, അല്ലെങ്കിൽ ആ സ്ത്രീയെ നമുക്ക് വേണ്ടാന്ന് തോന്നിയാലും അവളെ ഉള്ള കാലം കൊണ്ടു നടക്കണം ഭാര്യയായിട്ട്. അതാണ് പുരുഷന്മാരുടെ അവിടുത്തെ കടമ. അതുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് രീതിയിൽ അവിടുത്തെ ഭരണക്രമം അനുസരിച്ചിട്ട് കിം ജോങ് ഉന്നിൻ്റെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ ഈ വിവാഹമോചനം പാടില്ല എന്നാണ്. അഥവാ ആർക്കെങ്കിലും വിവാഹമോചനം നടത്തണമുണ്ടെങ്കിൽ അങ്ങനെ വിവാഹമോചനത്തിന് അപേക്ഷിക്കുന്ന ആരാണോ, അത് ആണാണോ പെണ്ണാണോ ആരായാലും, വിവാഹമോചനം ആദ്യം അപേക്ഷിക്കുന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ അയാൾക്ക് വിവാഹമോചനം കോടതി വാദങ്ങൾക്ക് ശേഷം വിവാഹമോചനം അനുവദിച്ചാലും അതിനപേക്ഷിച്ച ആള് 6 മാസം ലേബർ ക്യാമ്പിൽ കഴിയണം. ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജയിൽ പോലെ അത്ര നിസ്സാരമല്ല കേട്ടോ. നമ്മുടെ രാജ്യത്തെ ജയിൽ പോലെയൊന്നുമല്ല. അവിടുത്തെ ജയില് വളരെ ക്രൂരമായ ജയിലാണ്, ഇരുട്ടറയാണ്. അതുപോട്ടെ ഈ ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടിമപ്പണി ചെയ്യണം. ഒരു ദിവസം 14 മണിക്കൂറും അതിലധികവും സമയം ജോലി ചെയ്യണം. അതിനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. അത്യാവശ്യം ഫുഡ് തരും, അത്യാവശ്യം കിടക്കാനുള്ള സൗകര്യം തരും. പ്രാഥമിക കാര്യങ്ങൾക്കെല്ലാം എല്ലാവർക്കും കൂടി അവിടെ താമസിക്കുന്നവരും കൂടി 1-2 കക്കൂസ് കാണും. അത്തരത്തിൽ ഒരു നരകതുല്യമായ ഇടമാണ് ലേബർ ക്യാമ്പ് എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ലേബർ ക്യാമ്പ്. അത് അടിമപ്പണി നടക്കുന്ന കേന്ദ്രമാണ് ഈ ലേബർ ക്യാമ്പ് എന്ന് തന്നെയാണ്. അവിടെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. അത് ചൈനയിലും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന വളരെ മധുര മനോജ ചൈന എന്നൊക്കെ നമ്മുടെ സഹാത്തികളൊക്കെ പറയുന്ന ചൈനയിലും ഈ ലേബർ ക്യാമ്പുകളുണ്ട്. 12 മണിക്കൂറാണ് അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ജോലി സമയം. ഇപ്പോഴും ഉണ്ട് ചൈനയിൽ. കാരണം അവിടെ നിന്നാണ് നമുക്ക് ഈ വളരെ വില കുറഞ്ഞ സാധനങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ചൈനയ്ക്ക് കഴിയുന്നത്. ഇത്തരത്തിൽ ചെറിയ തുച്ഛമായ ശമ്പളം കൊടുത്ത്
മണിക്കൂറുകളോളം പണിയെടുപ്പിച്ച് 12 മണിക്കൂറിലധികം ജോലി ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്ന ലേബർ ക്യാമ്പുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ പറയുന്ന നമുക്കിവിടെ കിട്ടുന്ന കളിപ്പാട്ടങ്ങളും ഇലക്ട്രിക് സാധനങ്ങളും എല്ലാം വില കുറഞ്ഞ സാധനങ്ങൾ. അങ്ങനെയാണ് ഈ ചൈന ലോകത്തെ മാർക്കറ്റ് പിടിച്ചടക്കിയത്. അവിടെ ആൾക്കാരെ അടിമപ്പണി ചെയ്യിപ്പിച്ച് ഉണ്ടാക്കിയെടുത്ത ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ ഒരു തൊഴിലാളിയുടെ അധ്വാനമാണ് പിന്നെ ആ സാധനത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നതും അധ്വാനത്തിനാണ് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടതെന്നാണ് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന മൂലധനം എന്ന് പറയുന്ന കാറൽ മാർക്സിന്റെ സിദ്ധാന്തം പറയുന്നത്. പക്ഷേ ചൈനയിൽ ആ അധ്വാനത്തിൻ്റെ പകുതിയുടെ പകുതി വില പോലും പിന്നെ ഈ സാധനങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അധ്വാനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു നാടാണ് ചൈന. അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഉത്തര കൊറിയയിൽ വിവാഹമോചനം നടത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ഇതുവരെ. ഇപ്പോൾ ഈ ഡിസംബർ മുതൽ ആ നിയമത്തിന് കുറച്ചും കൂടെ പരിഷ്കാരം വരുത്തിയിരിക്കുന്നു. വിവാഹമോചനം നേടിക്കഴിഞ്ഞാൽ അവർ ദമ്പതികൾ രണ്ടുപേരും ആണും പെണ്ണും ഭർത്താവും ഭാര്യയും ലേബർ ക്യാമ്പിൽ പോകണം. 6 മാസം ലേബർ ക്യാമ്പിൽ കിടക്കണം. സ്ത്രീകൾ 1-2 മാസവും കൂടി അധികം ലേബർ ക്യാമ്പിൽ പണി ചെയ്യണം. എന്നുവെച്ചാൽ സ്ത്രീകൾ ഒരിക്കലും ഈ എന്തൊക്കെ പീഡനം അനുഭവിച്ചാലും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ വിമോചനത്തെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വാചകമടിക്കുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, നമുക്കറിയാം. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഉത്തര കൊറിയയിൽ സ്ത്രീകൾ ഒരിക്കലും വിവാഹമോചനത്തിന് വേണ്ടി അപേക്ഷിക്കാൻ പാടില്ല. അഥവാ ഭർത്താവ് വിവാഹമോചനത്തിന് പോയാലും സ്ത്രീ അതിന് സമ്മതിക്കാൻ പാടില്ല. അവൾ എപ്പോഴും ഭർത്താവിൻ്റെ അടിമയായി കഴിഞ്ഞുകൊള്ളണം എന്നാണ് കിം ജോങ് ഉന്നിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ നിയമം. അങ്ങനെയാണ് എന്നാൽ ഇവർ വീണ്ടും പിന്നെ കോടതിയിൽ പോവുകയും വിവാഹമോചനം നേടുകയാണെങ്കിൽ ആണുങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ നാളുകൾ പെണ്ണുങ്ങൾ ലേബർ ക്യാമ്പിൽ കഴിയണം എന്നാണ് ഇപ്പോഴത്തെ പുതിയ നിയമം. അങ്ങനെ ഇപ്പോൾ ആരാണോ വിവാഹമോചനത്തിന് അപേക്ഷിക്കുന്നത് അയാൾ മാത്രം മതിയായിരുന്നു കഴിഞ്ഞ നവംബർ വരെ ലേബറുകൾ പോകാൻ വേണ്ടിയിരുന്നു. ഇപ്പോൾ ഡിസംബർ മുതൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് രണ്ടുപേരും പിന്നെ വിവാഹമോചനം നേടുന്ന 2 പേര് ലേബർ ക്യാമ്പിൽ പോകണം. അതിൽ സ്ത്രീ അതായത് ഭാര്യ കുറച്ചു കാലം കൂടി 1-2 മാസം അധികം അവിടെ ലേബർ ക്യാമ്പിൽ കിടക്കണം. ഇതാണ് ഇപ്പോഴത്തെ നിയമം. ഇതാണ് കിം ജോങ് ഉന്നിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തകൾ. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതാണ് മാലിന്യം നിറച്ച ബലൂൺ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് കൊട്ടാരത്തിലേക്ക് പറത്തിവിട്ട് വാർത്താ പ്രാധാന്യം നേടിയ വാർത്ത ഉണ്ടാക്കിയെടുത്ത ആളാണ് കിം ജോങ് ഉന്നിൻ്റെ ഉത്തര കൊറിയ. നമുക്കറിയാമല്ലോ, മാലിന്യം എന്ന് പറയുമ്പോൾ മനുഷ്യമലം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ബലൂണിൽ നിറച്ചിട്ട് അതിനെ ഡ്രോണുകൾ വഴി പറത്തിയിട്ട് പിന്നെ ദക്ഷിണ കൊറിയൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരികയും ആകാശത്തിനെ പൊട്ടിച്ചിതറിച്ച് അത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് കൊട്ടാരത്തിനടുത്തും അതുപോലെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുമൊക്കെ പൊട്ടിത്തെറിയിപ്പിച്ച് അവിടെയൊക്കെ മലിനമാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് ഉത്തര കൊറിയയിൽ നിന്ന് വരുന്ന മാലിന്യ ബലൂണുകൾ നമ്മൾ ഒരിക്കൽ വാർത്ത വന്നതാണ്. അത് ഈ അടുത്ത കാലം വരെയും അതായിരുന്നു. ഇപ്പോൾ പുതിയ വിവാഹമോചന നിയമവും കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് പിന്നെ കിം ജോങ് ഉന്ന് നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം. 27 വയസ്സിൽ അധികാരത്തിൽ കയറിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കിം ജോങ് ഇൽ എന്ന് പറയുന്നതാണ് ഇയാളുടെ പിതാവിൻ്റെ പേര്. പിതാവിൻ്റെ 3ാം ഭാര്യയുടെ ഇളയ മകനാണ് ഈ ഉത്തര കൊറിയയിലെ ഇപ്പോഴത്തെ ഭരണാധികാരി കിം ജോങ് ഉൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവർക്ക് 1-ലധികം ഭാര്യമാരെ വെച്ച് വരാം. പക്ഷേ അവരാരും വിവാഹമോചനം നേടാൻ പാടില്ല, അവിടെ തന്നെ കടന്നുകൊള്ളണം. അപ്പോൾ ഈ കിം ജോങ് ഉന്നിൻ്റെ അപ്പൻ അല്ലെങ്കിൽ അച്ഛൻ 3 ഭാര്യമാരെ വിവാഹം കഴിച്ചതാണ്. അതിൽ 3ാമത്തെ ഭാര്യയുടെ ഏറ്റവും ഇളയ മകനാണ് 27ാമത്തെ വയസ്സിൽ അധികാരത്തിൽ കയറിയ ഈ കിം ജോങ് ഉൻ എന്ന് പറഞ്ഞ ഈ വട്ടമുഖമുള്ള തലയിൽ തൊപ്പി വെച്ചോലെ മുടി വെച്ച ഒരു പ്രത്യേക ജീവി. അതാണ് കിം ജോങ് ഉൻ. വിവാഹമോചനം അവിടെ സ്വാഹ. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.